തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പൂരത്തിൻ്റെയും മേളത്തിൻ്റെയും നാടാണ്. ആ മേളത്തിൻ്റെയും പൂരത്തിൻ്റെയും ഒക്കെ നാട്ടിലേക്ക് തൃശ്ശൂരിലേക്ക് കലോത്സവം വരികയാണ്. അപ്പോൾ കലോത്സവം വരുമ്പോൾ എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അവരെയൊക്കെ വരവേൽക്കാനായി ഞങ്ങളിവിടെ ഒരു വലിയ മേളം തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനികളാണ്. ആ തിരുവമ്പാടിയും പാറമേക്കാവും കൂടി ചേർന്നുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വലിയൊരു മേളം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്നോടൊപ്പം അവരൊക്കെ തന്നെ ഉണ്ട്. രാജേഷേട്ടനാണ് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ സെക്രട്ടറിയാണ്. സാധാരണ നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവും തിരുവമ്പാടിയും ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലാണ് കാര്യങ്ങൾ നടത്താറ്. എന്നാൽ ഇത്തവണ ഈ കുട്ടികളുടെ കലോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഉദ്ഘാടന വേദി രണ്ടുപേരും ഒരു കൈ കോർത്തുകൊണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇളഞ്ഞിത്ര മേളത്തിൻ്റെ ഫീല് ഒരുക്കാനാണ് പാണ്ടിമേളം കാലത്ത് 14-ാം തീയതി കാലത്ത് 9 മണിക്ക് ഇവിടെ അരങ്ങേറുന്നത്. അതിൽ പ്രധാനപ്പെട്ട മേളക്കാരെല്ലാവരും പങ്കെടുക്കും. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ഇളഞ്ഞിത്ര മേളത്തിൻ്റെ പ്രമാണിയായ ശ്രീ കിഴക്കൂട്ട് അനിയന്മാരായിരിക്കും അതിൻ്റെ പ്രമാണി. അതിനൊപ്പം തന്നെ തിരുവമ്പാടിയുടെ മേളപ്രമാണിയായ ചെറുശ്ശേരി കുട്ടന്മാരും ഉണ്ടായിരിക്കും. ഏഷ്യാട് ശശി, മച്ചാട് മണികണ്ഠൻ, കീഴൂട്ട് നന്ദൻ, മുതൽപ്പേർ ഇവർ നയിക്കുന്ന മേളമായിരിക്കും. ഒരു സംശയം വേണ്ട, ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ആസ്വദിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പൂരത്തിന് കുട്ടികൾക്കൊന്നും അങ്ങനെ ഈ ഇലഞ്ഞിത്ര മേളമൊന്നും കേൾക്കാനായി വരാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ആ മേളം നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണല്ലേ? തീർച്ചയായിട്ടും 14-ാം തീയതി 9 മണിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പൂരത്തിന് പങ്കെടുക്കാൻ സാധിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അതായത് പുറത്തു നിന്നും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ ആസ്വദിക്കാം. ഇതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ മേളം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇത് ഒരുക്കുന്നത്. മേളം മാത്രമല്ല, 64 മുത്തുക്കുടകൾ നിവർത്തിപ്പിടിച്ച് അത് കുടമാറ്റത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിലും ആനയില്ലെങ്കിലും മറ്റെല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് കൂടുന്ന വലിയൊരു ഇവൻ്റായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. തൃശ്ശൂർക്കാരുടെ പൂരപ്പറമ്പിലാണ് കലോത്സവം നടക്കുന്നത്. അപ്പോൾ ആ കലോത്സവം നടക്കുന്നതിന് ചേർന്ന് തന്നെയാണ് ഇത്തരത്തിൽ വലിയ മേളവും ഒരുക്കുന്നത്. എന്തായാലും ഇവിടെ തിരുവമ്പാടിയും പാറമേക്കാവും ചേർന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് ഇവിടെ കുട്ടികൾക്കായും അവരുടെ ഒപ്പം വരുന്ന എല്ലാവർക്കുമായും കലോത്സവം കാണാൻ വരുന്നവർക്കായി ഒരു സമ്മാനമായി തന്നെ നൽകുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്.